മഴതോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ബബിതയെ വിളിച്ച് സംസാരിക്കുകയും നീയൊക്കെ ഒരു മോളാണോ, ഇങ്ങനെയാണോ ഒരു അമ്മയോട് പെരുമാറേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാണണ്ടേ, ഇവിടെയൊക്കെ ഓരോ അമ്മമാരെ കാണാൻ മക്കൾ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ പറയാനാണോ അമ്മ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നുണ്ട്. എന്നിട്ട് ബബിത വീട്ടിലുള്ള അവസ്ഥയെക്കുറിച്ചും അലീനയാണ് ഇപ്പോൾ വീടിൻ്റെ ഗൃഹനാഥ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തിക്ക് ചൂട് വല്ലാണ്ട് കയറിയിട്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് ഏർപ്പാടാക്കണം, നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് മനു അറിയുകയും മനു ബബിതയെ കാണാൻ വേണ്ടിയിട്ട് വരികയുമാണ്. എന്നിട്ട് നിന്നോട് അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് പിടിപ്പിച്ചത് എന്നൊന്നും അറിയില്ല, പക്ഷേ നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല സത്യം, നിങ്ങൾ വിശ്വസിക്കുന്നതല്ല സത്യങ്ങൾ, ഇവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നീ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ നിൻ്റെ അമ്മ അങ്ങനെയല്ല, നിൻ്റെ അമ്മ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പാഠമാണ് ഇപ്പോഴൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അലീനയെ പഴിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്നും പ്രതികരിക്കാതെ ബബിത അങ്ങനെ നിൽക്കുകയാണ്. മനു എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് പോലും ബബിതയ്ക്ക് മനസ്സിലായില്ല. അമ്മ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തയാണ് ബബിതയുടെ മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച ശേഷവും വൈജയന്തി വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് പൊറുക്കാനാവാത്ത തെറ്റാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് അലീന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ബബിതയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള ആ ഒരു രീതിക്കാണ് മനു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മനു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും അലീനയും സംസാരിക്കുന്നതാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ മുമ്പ് അനുഭവിച്ചതിനേക്കാളും വലിയ വേദനയാണ് ആ കുട്ടി അനുഭവിച്ചത്, എനിക്ക് വരുന്ന ദുരന്തത്തെ ചെറുത്ത് നിർത്താനുള്ള ഒരു ബലമുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് ഒരു ബലവും ഇല്ലാതെ നഷ്ടപ്പെട്ടിട്ട് എതിർക്കാനാവാതെ എല്ലാം ഏറ്റുവാങ്ങി ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊന്നും ചിന്ത പോലും വരാണ്ട് കിടക്കുകയാണ് ഒരേ ഒരു അവസ്ഥയിൽ. ആ കുട്ടിക്ക് ഇപ്പോൾ ചുറ്റും എല്ലാവരും ഉണ്ടാകും, പക്ഷേ ഒന്ന് താങ്ങി നിർത്താനോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനോ ഒരാളും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടേ പറ്റുകയുള്ളൂ. അതിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് നടന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. രോഹിത് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അവൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രനോട് അലീന സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനത് പറയണ്ടേ, തുറന്നു പറയാതെ ഇങ്ങനെ വെച്ചേക്കുമല്ലേ, പക്ഷേ നിൻ്റെ നേരെ വന്ന അന്നത്തെ ആ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അത്രയും വലിയൊരു തെറ്റ് പെൺകുട്ടിയെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലൊന്നും എന്തായാലും ചെയ്യലുണ്ടാവില്ല. അന്ന് പിന്നെ ഹരിയുടെ കൂടെ കൂടിയിട്ടാണല്ലോ രോഹിത് ഓരോന്ന് ചെയ്തത്, എന്നോട് വലിയ ദേഷ്യമായിരുന്നല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ എന്നെ ഉപദ്രവിക്കാനോ ഒന്നും അവൻ വന്നിട്ടില്ലായിരുന്നു, മുഴുവൻ ഹരിയാണ് എൻ്റെ നേരെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അലീന. അങ്ങനെ പിന്നീട് അലീന ശരണ്യയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നാട്ടുകാർ വട്ടം കൂടിയിട്ട്, ഇതാ പെണ്ണല്ലേ നമ്മുടെ ശരണ്യമോളെ ഇല്ലാണ്ടാക്കിയ പയ്യൻ്റെ പെങ്ങളല്ലേ, ഇനി എന്തിനാണാവോ കോംപ്രമൈസ് ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് ഇതില്ലാണ്ടാക്കാനൊക്കെ വന്നതായിരിക്കും, അവളെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് എങ്ങോട്ടാടി കയറി പോകുന്നത്, ഇനി എന്തെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് നശിപ്പിക്കാനുണ്ടോ, വേരോടെ എടുക്കാനുണ്ടോ, ഈ കുടുംബത്തെ ഇല്ലാതെയാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, ആകെ ഈ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു, ഇവർക്കൊരാശ്രയമായിരുന്നു, അതാണ് ഇപ്പോൾ ജീവശവം പോലെ കിടക്കുന്നത്, മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നാട്ടുകാർ വട്ടം കൂടിയിട്ട് അലീനയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അലീനയെ കൈ പിടിച്ച് ബാക്കിലോട്ട് കെട്ടുകയാണ്. എന്നിട്ട് തലയിലൂടെ മണ്ണെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീന അലറി വിളിച്ച് കരയുകയാണ്. കാരണം അലീനയെ രക്ഷിക്കാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടുകാരൊക്കെ ചേർന്ന് അലീനയെ അടിക്കുകയും പല രീതിയിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തുള്ള ബഹളം കേട്ടിട്ട് ശരണ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ വന്ന് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ അലീനയെ കാണാൻ ഇടയാകുന്നത്. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് നേരെ വന്നിട്ട്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇനി എൻ്റെ മകളുടെ പാതി ജീവനുണ്ട്, അതും കൂടെ എടുക്കാനാണോ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ച ചെറിയ കാര്യങ്ങളുണ്ട്, അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം, അതുപോലെ
തന്നെ ഈ യഥാർത്ഥ പ്രതികളെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം, അതൊക്കെ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ ഇവളെ ഈ ഒരു അവസ്ഥയിലാക്കാൻ കാരണക്കാരനായ പെങ്ങളായിട്ട് അവരുടെ ന്യായീകരണം സംസാരിക്കാനോ അവർക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുക്കാനൊന്നും സംസാരിക്കാൻ വന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത് കേട്ടപ്പോൾ ശരണ്യയുടെ അമ്മയുടെ അലിയുന്നുണ്ട്. പക്ഷെ നാട്ടുകാരാണെങ്കിൽ ഇവൾ പല രീതിയിലും കള്ളങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അല്ലാതെ ഒരു പെങ്ങളും ഇങ്ങനെ സ്വന്തം ആങ്ങളയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സംസാരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിച്ച് കരയുകയാണ് അലീന.